തൂക്കുപാലത്ത് ഉത്സവ പ്രതീതി സൃഷ്ടിച്ച് തൂക്കുപാലം ഫെസ്റ്റ് തുടരുന്നു. ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് ഫെസ്റ്റ് നഗരിയിലേക്ക് എത്തുന്നത്. ഡിസംബർ 1 വരെയാണ് ഇടുക്കിയിലെ ഏറ്റവും വലിയ എക്സോട്ടിക് ബേഡ് ഷോ തൂക്കുപാലത്ത് നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മുതലാണ് തൂക്കുപാലത്ത് ഫെസ്റ്റ് ആരംഭിച്ചത്. സ്ഥലപരിമിതി മൂലം നെടുങ്കണ്ടത്ത് മുമ്പ് നടത്താറുണ്ടായിരുന്ന ഫെസ്റ്റ് മുടങ്ങിയിട്ട് വർഷങ്ങളായിരുന്നു. ഈ സാഹചര്യത്തിലാണ് തൂക്കുപാലത്ത് കാർണിവലിന് തുടക്കമായത്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ എക്സോട്ടിക് ബേഡ് ഷോ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഹൈറേഞ്ച് ഫെസ്റ്റ് 2024 എന്ന് പേരിട്ടിരിക്കുന്ന കാർണിവൽ ഡിസംബർ 1 വരെയാണ് നടത്തുന്നത്. അതിനാൽ തന്നെ അവസാന ദിവസം ആകാറായതോടെ ഫെസ്റ്റ് നഗരിയിൽ സന്ദർശകരുടെ എണ്ണവും ദിനംപ്രതി വർദ്ധിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് ടൈമിൽ ആള് കുറവായിരുന്നു. ഇപ്പം ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഫസ്റ്റ് ടൈം തുടങ്ങി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വൻ ജനത്തിരക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ മെയിനായിട്ടും ആള് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പെറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് കേരളത്തിന് പുറത്തുള്ള കിളികളും പിന്നെ ഇഗ്വാന, മക്കാവോ, പിന്നെ ബോൾ പൈത്തൻ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ കാണാനാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് കാണാനുള്ള പിന്നെ സെൽഫി പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തേക്കുന്ന നല്ലൊരു സെൽഫി പോയിന്റ് ആണ്. പിന്നെ അതുകൂടാതെ അമ്യൂസ്മെന്റ് പാർക്കുണ്ട്, പിന്നെ സ്റ്റാളുകളുണ്ട്. ഇപ്പം നല്ല ജനങ്ങളാണ്, നല്ല രീതിയിലാണ് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക്. 3 മണിക്കൂറല്ല, അതിമോളി ചെലവഴിച്ചിട്ടാണ് ഓരോരുത്തർ ഇവിടുന്ന് പോകുന്നത്. നല്ല അഭിപ്രായങ്ങളാണ്. തൂക്കുപാലം ഗുരുമന്ദിരം ജംഗ്ഷനിൽ ഞായറാഴ്ചകളിൽ രാവിലെ 11 മുതൽ രാത്രി 11 വരെയും മറ്റ് ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 11 വരെയുമാണ് ഫെസ്റ്റ് നടക്കുന്നത്. പെറ്റ് ഷോ, ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഷോ, കഫേ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് റൈഡ്സ്, ചിൽഡ്രൻസ് പാർക്ക്, കൺസ്യൂമർ സ്റ്റാളുകൾ തുടങ്ങിയവയും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കമ്പംമെട്ട്.